തവനൂരിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചതിന് ശേഷം അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. തവനൂരിൽ UDFന്റെ വിജയത്തിന് സ്ഥാനാർത്ഥിയായി കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജം പകർന്നത് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഞാൻ സ്ഥാനാർത്ഥിയായി തവനൂരിലേക്ക് തിരിക്കും മുമ്പ് ആദ്യം അനുഗ്രഹം തേടി വന്നത് പാണക്കാട് തറവാട്ടിലായിരുന്നു. എനിക്ക് കെട്ടിവെക്കാനുള്ള കാശ് ഞാൻ ഏറ്റുവാങ്ങിയത് പ്രിയപ്പെട്ട തങ്ങളുടെ കൈകളിൽ നിന്നാണ്. എല്ലാ തരത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മലപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി 27 സീറ്റിലല്ല 28 സീറ്റിലാണ് മത്സരിക്കുന്നത്. 28ാമത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അത് തവനൂരിൽ VS ജോയി ആണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അനുഗ്രഹിച്ച് തവനൂരിലേക്ക് പറഞ്ഞയച്ച് എൻ്റെ വിജയത്തിന് ആവശ്യം വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയത് പ്രിയപ്പെട്ട തങ്ങളാണ്. തീർച്ചയായും വിജയിക്കാൻ കഴിഞ്ഞു. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ മലപ്പുറം സ്റ്റോറിയാണ് തവനൂരിലെ വിജയം. മതത്തിൻ്റെ പേരിൽ മലപ്പുറത്തിൻ്റെ മതേതര മനസ്സിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വ്യാജ സ്റ്റോറികൾ, ഫേക്ക് സ്റ്റോറികൾ മലപ്പുറത്തിനെതിരായിക്കൊണ്ട് പ്രചരിപ്പിക്കാൻ പല ഭാഗത്തു നിന്ന് ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ദൗർഭാഗ്യവശാൽ മലപ്പുറം വിരുദ്ധ പരാമർശത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമുണ്ടാക്കിയപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് VD സതീശൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ച് പറഞ്ഞത്, സാഹിബേ മലപ്പുറത്ത് തവനൂരിലെ VS ജോയിയെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്, അത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ എന്നാണ് പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചിരിച്ചുകൊണ്ട് അപ്പോഴും മറുപടിയൊന്നും പറഞ്ഞില്ല. മറിച്ച് പാണക്കാട് തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി. ലീഗ് മത്സരിക്കുന്നത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ 27 മണ്ഡലങ്ങളിലായിരുന്നു. തങ്ങൾ പറഞ്ഞു പാണക്കാട്ട് നിന്ന് പ്രഖ്യാപിച്ചത് ലീഗിൻ്റെ 27 സ്ഥാനാർത്ഥികളെയാണ്. തങ്ങൾ VS ജോയിയെ തവനൂരിൽ നിന്ന് മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ലീഗിന് ഇനിയുള്ളത് 27 അല്ല 28ആണ്. 28ആണ്. ലീഗിന് 28 സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞു. തങ്ങൾ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും തവനൂരിൽ ചില കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. തവനൂരിൽ ചിലതിനൊക്കെ പകരം ചോദിക്കാനുണ്ടായിരുന്നു. തവനൂരിൽ ചിലതിനൊക്കെ പ്രതികാരം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില വീഡിയോകൾ കണ്ടു. എന്താണ് ആ വീഡിയോകൾ? ലീഗിൻ്റെ പ്രവർത്തകർ തവനൂരിൻ്റെ മണ്ണിൽ അവരങ്ങോട്ട് ആഹ്ലാദിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ ആഹ്ലാദങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ ആ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ട് കേരളത്തിലെ ഒരു വ്യക്തി, നിങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ആ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ട് ഈ ആഹ്ലാദങ്ങളൊക്കെ അതിര് കടക്കുന്നു, ഇതൊക്കെ അധിക്ഷേപമാണ്, ഇതൊക്കെ വെറുപ്പുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ഒരു വീഡിയോ ചെയ്യുന്നതും ഞാൻ കണ്ടു. അപ്പം ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മറ്റൊന്നുമല്ല KT ജലീലിൻ്റെ ചില പ്രതികരണങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ KT ജലീൽ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ ലീഗിനെയും ലീഗിൻ്റെ പ്രവർത്തകരെയും ലീഗിൻ്റെ നേതൃത്വത്തെയും ആ പ്രസ്ഥാനത്തെയും അങ്ങേയറ്റം അധിക്ഷേപിച്ചും പരിഹസിച്ചും ആക്ഷേപിച്ചും ഒക്കെ ലീഗിനെതിരെ ജലീൽ നടത്തിയ ചില പ്രതികരണങ്ങളാണ്. അന്നൊന്നും ഒരാളെയും എവിടെയും കണ്ടിട്ടില്ല ജലീലെ നീ കാണിക്കുന്നത് തമ്മാടിത്തരമാണ്, ജലീലെ നീ കാണിക്കുന്നത് ചെറ്റത്തരമാണ് എന്ന് പറയാൻ ഒരുത്തനെയും കണ്ടില്ല. ഇന്ന് ഒരവസരത്തിന് വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകര് കാത്തിരുന്നിട്ട് അങ്ങ് അടിച്ച് മൂലക്കിരുത്തിയിട്ട് നിങ്ങൾ ആഘോഷിക്കല്ലടാ ലീഗുകാരാ എന്ന് പറയാൻ ഇവന്മാർക്കെല്ലാം ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? ലീഗിനെതിരെ വെറുപ്പുണ്ടാക്കുമ്പോ അറപ്പുണ്ടാക്കുമ്പോ ലീഗിനെതിരെ ഇങ്ങനെ കുരച്ചുകൊണ്ടിരുന്നപ്പോ
പേപ്പട്ടി കുരക്കും പോലെ KT ജലീൽ എന്ന് പറയുന്ന എരപ്പൻ കുരച്ചുകൊണ്ടിരുന്നപ്പോ ഒരെണ്ണത്തിനെയും കണ്ടില്ല ജലീലിനെ നിയന്ത്രിക്കാൻ, ജലീലിനോട് പറയാൻ, ജലീലെ നീ തെമ്മാടിത്തരമാ കാണിക്കുന്നത്, നീ ചെറ്റത്തരമാ കാണിക്കുന്നത് എന്ന് പറയാൻ ഒരുത്തനെയും എവിടെയും കണ്ടില്ല. ഇപ്പോ ലീഗിന്റെ പ്രവർത്തകർക്ക് ഉപദേശങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെടുകയാ കുറെ ആളുകള്. പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. വേണമെങ്കിൽ എനിക്ക് കണ്ടിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ ലീഗുകാരൻ ആഘോഷിക്കും. കാരണം അത്രമാത്രം ലീഗുകാരനെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഈ KT ജലീൽ എന്ന് പറയുന്ന എരപ്പൻ. ആ എരപ്പൻ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ചൊരിഞ്ഞപ്പോ, പച്ച നുണകൾ വിളിച്ചു പറഞ്ഞപ്പോ, വയനാട്ടിലെ ലീഗിന്റെ ടൗൺഷിപ്പിന് പാര പണിതപ്പോ, അതിനെ മുടക്കാൻ വേണ്ടി എല്ലാ പണിയും എടുത്തപ്പോ ഒരുത്തനെയും കണ്ടില്ല ജലീലിനെ തിരുത്താൻ. അങ്ങനത്തെ ആളുകള് ഇന്ന് ലീഗുകാരെ തിരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ചെലക്കാണ്ട് പോടോ എന്ന് നമ്മൾ പറയും. ഞാൻ പേര് പറയാത്തത് നമ്മളൊക്കെ ചിലപ്പോൾ ബഹുമാനിക്കുന്ന ആളുകളായതുകൊണ്ടാണ്. ആ ബഹുമാനത്തിന് ഒരു കുറവും വരുത്താതെ തന്നെ പറയാ. ഇപ്പോ ലീഗിന്റെ അണികളെ ഉപദേശിക്കാനും തിരുത്താനും ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ചെലക്കാതെ പോടോ എന്ന് പറയും. ജലീല് അതിരുവിട്ട് കളികൾ കളിച്ചപ്പോ, അതിരുവിട്ട പ്രവർത്തനങ്ങൾ ജലീലിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോ, ചെറ്റത്തരങ്ങൾ ജലീല് കാണിച്ചപ്പോ ഒരുത്തനെയും എവിടെയും കണ്ടില്ല ജലീലിനെ തിരുത്താൻ. അപ്പോ ആ കൂട്ടര് ഇന്ന് ജലീല് തോറ്റ് തുന്നം പാറിയിട്ട് മൂലക്കിരിക്കുമ്പോ ലീഗിന്റെ പ്രവർത്തകര് അത് വേണ്ട വിധത്തിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ആരും വരണ്ട. കാരണം ഇങ്ങോട്ട് കിട്ടിയതാണ് തിരിച്ചു കൊടുക്കുന്നത്, ഇങ്ങോട്ട് കിട്ടുന്നത് തിരിച്ചു കൊടുത്തിരിക്കും. അത് ഉപദേശം ആരുടേതും സ്വീകരിക്കുന്നതല്ല. അത്രേ പറയുന്നുള്ളൂ. ആരുടെ വാക്കും പറയുന്നില്ല, ആരുടെ പേരും പറയുന്നില്ല. ജലീല് ചെയ്തതും കാണിച്ചതുമൊക്കെ ഒരുപാടുണ്ട്, പ്രതികാരങ്ങൾ ഒരുപാടുണ്ട്. ബഹുമാനപ്പെട്ട ആറ്റപ്പൂ, കൽബിന്റെ കഷ്ണമായ ആറ്റപ്പൂ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ആറ്റപ്പൂ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന കാലം ജലീല് മന്ത്രിക്കസേരയിലേക്ക് കയറുക. അന്ന് ആ ആറ്റപ്പൂവിനെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് ജലീല് നടത്തിയ സംസാരങ്ങളൊന്നും ആരും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും മാത്രം പറയരുത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയില്ല. മനസ്സിലായില്ലേ? ആറ്റപ്പൂവിനെ അധിക്ഷേപിച്ച് പരിഹസിച്ച് ഒക്കെ ജലീല് നടത്തിയ പ്രസ്താവനകളൊന്നും ലീഗുകാരൻ മറന്നിട്ടില്ല. ആ പ്രസ്താവനകളൊക്കെ ഇന്നും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അതൊന്നും മറക്കുന്ന കാര്യമില്ല. അവസാന ശ്വാസം വരെയും ജലീലിനോടുള്ള അറപ്പും വെറുപ്പും ലീഗുകാരൻ്റെ ഉള്ളില് ഉണ്ടാകും. അതുകൊണ്ട് ലീഗുകാരൻ ആഘോഷിക്കും. തിരുത്താനും ഉപദേശിക്കാനും ഒരുത്തരും വരണ്ട. കാരണം നിങ്ങളെയൊന്നും ജലീലിൽ അതിര് കടന്നപ്പോ, ജലീലിന്റെ വാക്കുകൾ എല്ലാ സീമകളും ലംഘിച്ചപ്പോ നിങ്ങളെ ആരെയും കണ്ടില്ല ജലീലിന് കടിഞ്ഞാടിനാൻ, ജലീലിനെ നിയന്ത്രിക്കാൻ, ജലീലെ നീ ചെയ്യുന്നത് ചെറ്റത്തരമാണെന്ന് ജലീലിനോട് പറയാൻ ഒരുത്തരെയും കണ്ടിട്ടില്ല. അപ്പോ അങ്ങനത്തെ ആളുകള്, അന്ന് എവിടെയാണെന്ന് കാണാത്ത ആളുകള്, പൊടി പോലും തപ്പി നോക്കിയിട്ട് കിട്ടാത്ത ആളുകള് ഇന്ന് വന്നിട്ട് ലീഗുകാരന് ഉപദേശങ്ങൾ നൽകണ്ട. അത്തരത്തിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതല്ല. അത്രയേ പറയാനുള്ളൂ. ലീഗിന്റെ പ്രവർത്തകർ ആഘോഷിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ ജലീല് കാട്ടിക്കൂട്ടിയതിനുള്ള ഒരു റിയാക്ഷൻ, ജസ്റ്റ് റിയാക്ഷൻ. എവരി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് ഓർ ഈക്വൽ റിയാക്ഷൻ എന്നല്ലേ? എല്ലാത്തിനും റിയാക്ഷൻ ഉണ്ടാവും. എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും, പ്രതികാരങ്ങൾ ഉണ്ടാകും. ഈക്വലായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന, അതുക്കും മേലെയുള്ള പ്രതികാരങ്ങൾ പലിശയടക്കം തിരിച്ചു കൊടുത്തിരിക്കൂലേ? കൊടുത്തു. ജലീലിന്റെ അണ്ണാക്കിൽ കൊടുത്തു. ഇനി ആഘോഷിക്കും. ആഘോഷിക്കരുത് എന്ന് ലീഗുകാരനോട് പറയാൻ ഒരുത്തനും അവകാശമില്ല. കാരണം അരുത് ജലീലെ, നീ കാണിക്കുന്നത് തമ്മാടിത്തരമാണെന്ന് ജലീലിനോട് പറയാൻ ഒരുത്തനെയും കണ്ടിട്ടില്ല. അപ്പോ
ഇന്ന് ലീഗുകാരനോട് ഉപദേശം നൽകാൻ ഒരുത്തനും വേണ്ട, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ജലീല് എല്ലാ രാഷ്ട്രീയ മര്യാദകളും എല്ലാ രാഷ്ട്രീയ സീമകളും ലംഘിച്ചിട്ടാണ് ജലീല് ഇക്കാലം അത്രയും പ്രവർത്തിച്ചത്. ജലീലിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകള്, ജലീലിന്റെ പ്രവർത്തികള്, ജലീല് കാണിച്ചു കൂട്ടിയത് ഒക്കെ എല്ലാ രാഷ്ട്രീയ മര്യാദകൾക്കും അപ്പുറമായിരുന്നു. അതെ, എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ജലീല് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ ആ ജലീലിനെതിരെ ലീഗിന്റെ പ്രവർത്തകര് പ്രവർത്തനങ്ങള് ആഘോഷങ്ങൾ നടത്തുമ്പോ ഒരുത്തനും ഉപദേശിക്കേണ്ട, ഇത് അതിര് കടന്നതാണ്, അല്ലെങ്കിൽ അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട എന്ന് ലീഗുകാരനോട് പുറത്തു നിന്ന് ഒരുത്തനും ഉപദേശങ്ങൾ വേണ്ട. മനസ്സിലായില്ലേ? പുന്നാര ആറ്റപ്പൂനെ പോലും ജലീല് അധിക്ഷേപിച്ചിട്ടുണ്ട്. മന്ത്രി കസേര കണ്ട് കണ്ണ് മഞ്ഞളിച്ച ജലീല്. ആ ആറ്റപ്പൂ ഇന്ന് ജീവനോടെയില്ല. ആ ആറ്റപ്പൂനെ അധിക്ഷേപിച്ചതൊന്നും യാ സയ്യിദി മറക്കില്ല. ഈ അണികള് മറക്കില്ലടോ. ഈ ഹരിത പതാക നെഞ്ചിലേറ്റിയവന് മറക്കില്ല. അല്ലേ? എടോ, ഞാൻ പാണക്കാട്ട് നിന്ന് രസീത് കൊടുത്തയച്ചിട്ടല്ല മന്ത്രിയായത്. എന്നെ AKG സെന്ററിൽ നിന്ന് മന്ത്രിയാക്കിയത്. പാണക്കാട്ടെ രസീദിന്റെ പിൻബലത്തിൽ ജലീലെ നീയൊക്കെ കുറെ കാലം തിന്ന് വളർന്നിട്ടുണ്ടോ? അതൊന്നും മറക്കണ്ട. പാണക്കാട്ടെ രസീദിന്റെ പിൻബലത്തില്, മനസ്സിലായില്ലേ? ആ പാണക്കാട്ടെ സയ്യിദിനെ അവഹേളിച്ചിട്ടാ നീ മന്ത്രി കസേരയിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ആ മന്ത്രി കസേരയിൽ കാലാവധി പൂർത്തിയാക്കാൻ കഴിയാതെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വന്നതും നിനക്ക്. മനസ്സിലായില്ലേ? ഇനി കേരളത്തിന്റെ നിയമസഭയില് നീ ഉണ്ടാവില്ല. അപ്പോ അത് ലീഗുകാരൻ അങ്ങോട്ട് ആഘോഷിക്കും. പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഉപദേശങ്ങൾ വേണ്ട. ജലീലിന്റെ പ്രവർത്തനങ്ങളും ജലീലിന്റെ വാക്കുകളും ലീഗുകാരന്റെ നെഞ്ചത്ത് മനസ്സിനെയാണ് മുറിവേൽപ്പിച്ചത്. ആ മുറിവ് ഞങ്ങൾ ഇന്ന് ആഘോഷിച്ചങ്ങോട്ട് ഉണക്കാൻ പോവുകയാ. അതിനെ തടയിടാൻ, അതിനെ മുടക്കം വരുത്താൻ ഒരുത്തൻ്റെയും ഉപദേശം ആവശ്യമില്ല എന്നുള്ളതാണ്.